കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ, ഓരോ ദിവസം കഴിയുന്തോറും കോമഡിറ്റികളുടെ വില വർദ്ധിച്ചു വരുന്നത് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള സെക്ടർ റൊട്ടേഷൻ, ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിൽ വരുന്ന അപ്ഡേറ്റുകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷൻ പതിവിലും വോളറ്റൈലാകാനുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ നാളെ മുതൽ Q4 റിസൾട്ട് സെഷൻ ആരംഭിക്കുകയാണ്. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടും നാളെ പുറത്തുവരും. എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന ഡേറ്റയായ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയും നാളെ പുറത്തുവരും. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഉയർന്ന് 2955 ക്ലോസിംഗ് നൽകി. 20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.58, ഡിവിഡൻഡ് ഈൽഡ് 0.30%, 52 വീക്ക് ഹൈ 3024, 52 വീക്ക് ലോ 2017. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 25% റിട്ടേൺ നൽകുകയും ചെയ്തു. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ദീൻ ദയാൽ പോർട്ട് അതോറിറ്റിയിൽ ഗ്രീൻ ഹൈഡ്രജൻ മാനുഫാക്ചറിംഗ് പ്ലാന്റും ഗ്രീൻ അമോണിയ മാനുഫാക്ചറിംഗ് പ്ലാന്റും സെറ്റപ്പ് ചെയ്യുന്നതിന് റിലയൻസ് ഇൻഡസ്ട്രീസ് 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഗുജറാത്തിലെ ദീൻ ദയാൽ പോർട്ട് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 4000 ഏക്കർ ലാൻഡ് 14 പ്ലോട്ടുകളായി തിരിച്ച് ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 4 കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ റിലയൻസിന് അവിടെ 6 പ്ലോട്ടുകളും, L&T എന്ന കമ്പനിക്ക് 5 പ്ലോട്ടുകളും, ഗ്രീൻകോ എന്ന കമ്പനിക്ക് 2 പ്ലോട്ടുകളും, വെൽപ്സൺ ന്യൂ എനർജി എന്ന കമ്പനിക്ക് 1 പ്ലോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റിലയൻസ് വളരെ വലിയ ഒരു നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത്. ഈ കൻല പോർട്ട് വഴി 7 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ ഗ്രീൻ അമോണിയയും 1.4 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ ഗ്രീൻ ഹൈഡ്രജനും നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2030 ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ 5 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ടാർഗറ്റ് കൂടിയുണ്ട്. റിലയൻസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അപ്ഡേറ്റ്, ടെസ്ല അതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി റിലയൻസ് ഇൻഡസ്ട്രിയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുന്നതിന് ടെസ്ലയും റിലയൻസും ചർച്ചകൾ നടത്തുന്നു എന്ന രീതിയിൽ പുറത്തുവന്ന അപ്ഡേറ്റാണ്. ഇവിടെ ടെസ്ലയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലാൻഡ് സർവേ നടത്തുന്നതിന് ഒരു ടീമിനെ ടെസ്ല ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. ഈ ന്യൂസ് വഴി റിലയൻസ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് കടക്കുകയല്ല, മറിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിന് ആവശ്യമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള പർപ്പസോടു കൂടിയാണ് റിലയൻസ് ഈ ഡീലിനെ കാണുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് TCSുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ്. നാളെ TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.8% ഉയർന്ന് 3980 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 4250 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ, 52 വീക്ക് ലോ 3070. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മ്യൂട്ടഡ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. കാരണം വീക്ക് ഡിസ്ക്രിഷണറി സ്പെൻഡിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും കമ്പനി മ്യൂട്ടഡ് പെർഫോമൻസ് കാഴ്ചവെക്കുക. 10 ബ്രോക്കറുടെ ആവറേജ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ റിലയൻസിൻ്റെ റവന്യൂ 1.5% സീക്വൻഷ്യലി വർദ്ധിച്ച് 61,414 കോടിയും കമ്പനിയുടെ പ്രോഫിറ്റ് 5.7% വർദ്ധിച്ച് 11,902 കോടിയുമായി മാറും. എബിറ്റ 52 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 25.3% ഉയരുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതുമായി ഇൻലൈനായിട്ട് വരികയോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച രീതിയിലുള്ള റിസൾട്ട് TCS പുറത്തുവിടുകയോ ചെയ്താൽ സ്റ്റോക്കിൽ നമ്മൾക്ക് ഉയർന്ന ബൈയിങ് മൊമെൻറ്റം അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, TCSന് വളരെയധികം എക്സ്പോസറുള്ള BFSI സെഗ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആകുന്നതും TCSന് ലഭിച്ച വലിയ ഡീലുകളുടെ പശ്ചാത്തലത്തിലും കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് പ്രാവശ്യം കാഴ്ചവെക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ്. ഏകദേശം 15,000 കോടി രൂപയുടെ ഡീൽ BSNL നിന്നും TCS എന്ന കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ 4G നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 15,000 കോടി രൂപയുടെ ഡീൽ BSNL നിന്നും റിലയൻസിന് ലഭിച്ചത്. ഈ ക്വാർട്ടറിൽ ഏകദേശം 7 മുതൽ 9 ബില്യൺ ഡോളറിൻ്റെ ടോട്ടൽ ഡീൽ TCS എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കും എന്നാണ് ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത്.
സ്ട്രോങ് ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നൊമോറ എന്ന ബ്രോക്കേജ് ഏജൻസിയും പറയുന്നു. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ TCS, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്